അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ആകും. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകും. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര അലർജി. അപ്പോൾ ആ അലർജി ബ്ലഡിൽ വന്നിനോന്ന് നോക്കാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊക്കെ ബ്ലഡ് എടുക്കുക മാത്രമല്ല എനിക്ക് യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ വാങ്ങണം. മഴ നോക്ക്, ഉഫിൻ്റെ മോനെ. അപ്പോൾ ഞാൻ ഇത് ആ മഴയത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. ഗൈസ്, അപ്പോൾ ഞാൻ ഇതാ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ വലിയ വേദനയൊന്നുമില്ല. ഒരു പറഞ്ഞ് വേദന ഉണ്ടാവും, എനിക്ക് വേദന ഒന്നും എടുത്തില്ല. പക്ഷെ കുത്തി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വേദന ഇവിടെ കണ്ട. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്നതാണ് പറഞ്ഞത്. പിന്നെയില്ലേ, ഇതാണ് കേട്ടോ ജയിലിൻ്റെ ബാക്ക് വശം. ഇതാണ് ജയിലിൻ്റെ ബാക്ക് വശം, ഇത് മുമ്പ്. ഓക്കെ, നല്ല രസമാണ്. ഇവിടെ കണ്ട, അപ്പോൾ ഇത് ക്യാമറയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മാഹി ജയിലിൻ്റെ മുമ്പാകോ. ഇതാണ് എൻ്റെ സ്കൂള് കണ്ടോ. ഗൈസ്, അപ്പോൾ എൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എല്ലാം നോർമലാണ്. ഒന്നും അലർജി ഒന്നും പിന്നെ ബ്ലഡിലേക്ക് കയറിയിട്ടില്ല. ഭയങ്കര സന്തോഷം. പിന്നെ ഗൈസ് എനിക്ക് നല്ല പ്രോട്ടീൻ ഉണ്ട് എന്ന് പറഞ്ഞ്. ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ യൂണിഫോം. ഞാൻ പറഞ്ഞില്ല യൂണിഫോം തുന്നിയിട്ട് കിട്ടാണ്ടെന്ന്. ഇതാണ് ഗൈസ് യൂണിഫോം കണ്ടാ, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് പാൻറ്. ഗൈസ്, ഞാൻ അപ്പോൾ എൻ്റെ മറ്റേ വീഡിയോയിൽ പറഞ്ഞില്ല, മറ്റേ സമ്മാനം കിട്ടിയ വ്ളോഗിൽ പറഞ്ഞില്ല, ഞാൻ ചോപ്പ് ചെയ്യുന്ന സാധനം വേറെ വീഡിയോ അരക്കുന്ന കാണിച്ചു തരാം. അത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ ഇത് പിന്നെ അരക്കാൻ പോവാണ്. ഇവിടെ ഒരു 4-5 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടിടാം. അപ്പോൾ നമ്മൾ ആ ഉള്ളിയെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സാധനം വെച്ച് അല്ല സോറി ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് വെക്കാം, മറ്റേ മാറിപ്പോയി. ഇതാ ഈ സാധനം ഇവിടെ നമ്മൾ അരക്കാൻ പോകണേ ഗൈസ്. നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിക്കണം. എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇളകി വരുന്നുണ്ട്. നമുക്ക് അരക്കാം. സംഭവം നോക്കാൻ പോവാണ്. ഓ ഗൈസ്, നല്ലോണം അരഞ്ഞിട്ടുണ്ട്. മസ്റ്റ് സാധനം അല്ല, നല്ല സാധനം കണ്ടാ. എന്താ പറയാ, അരഞ്ഞിട്ട് നല്ല അരിമണ്ണി പോലെ ആയിട്ടുണ്ട് കണ്ടാ. സൂപ്പർ സാധനം. അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചാൽ, ഞാൻ ഇതുവരെ നിങ്ങൾക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു തന്നില്ല. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചുതരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. കേഴ്സീവ് റൈറ്റിംഗ് ആണ്. പിന്നെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം എന്നോട് പറയും ഇതെന്തെന്നാ ഇത് ഡോക്ടർ എഴുത്ത് പോലെയാ, അങ്ങനെ എങ്ങനെ എല്ലാം പറയും. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ആക്കാൻ പാടില്ല. നമ്മളെ ഇതിൽ തന്നെ കംഫർട്ടായിട്ട് എഴുതണം, അതാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് എഴുതൽ കണ്ടാ. നല്ല ഹാൻഡ് റൈറ്റിംഗ്. പക്ഷെ ചിലയാൾക്ക് ഇത് തിരിയൂല. ഇതൊക്കെ യൂട്യൂബിൻ്റെ പൗച്ച് ഇങ്ങനെയുണ്ട്. ഇത് ഞാൻ പീടികയിൽ വാങ്ങിയതാണ്, എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയൊന്നല്ല ഗൈസ്. ഇതാണ് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈ വാച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പം ഞാൻ ഇത് വാച്ച് വാങ്ങി ഞാൻ കാണിച്ചു തരാം. ഇടക്കിടക്ക് വാച്ച് വാങ്ങലൊന്നല്ല പണി. കാണിച്ചു തരാം കണ്ടാ, ഇത്രത്തോളം വാച്ച് ഉണ്ട് കണ്ടാ. എൻ്റെ മോനെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇത് പോയി. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ പള്ളി പെരുന്നാളിൽ വാങ്ങിയാണ് വീഡിയോ ഉണ്ടായിരുന്നു. ഇതും അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ട് തന്നെയാണ്. വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്യാഷോ ഇതിന്റെ ഇത് ഇവിടെ പൊട്ടിപ്പോയി. അടുത്ത നമ്മുടെ സ്വന്തം സ്പിന്നിങ് വാച്ച്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നോയ്സിന്റെ വാച്ചാണ് കേട്ടോ. ഇത് എയ്ക്കിന്റെ ഒരു വാച്ച്. ഇതൊക്കെയാണ് എന്റെ വാച്ചിന്റെ കളക്ഷൻസ്. ഒരു വാച്ചും കൂടി ഉണ്ടാവും, എന്റെ ചങ്ങായി കൊണ്ടായിട്ടാണുള്ളത്. ഞാൻ ഇതാ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ വീഡിയോ വീണ്ടും കാണാം. ബൈ.